അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ജനങ്ങൾക്കും കേൾപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ജനത്തോട് പ്രസംഗിച്ചു തുടങ്ങി. പ്രവാചകന്റെ ആദ്യത്തെ കുറച്ചു വർഷങ്ങളിൽ പ്രവാചകൻ തന്റെ കുടുംബത്തോടും അടുത്ത സുഹൃത്തുക്കളോടുമായിരുന്നു പ്രസംഗിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു ആദ്യമായി ഇസ്ലാമിലേക്ക് മാറിയ വനിത. അദ്ദേഹത്തിന്റെ ബന്ധു അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആദ്യമായി ഇസ്ലാമിലേക്ക് മാറിയ കുട്ടി. ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യത്തെ അടിമ സയ്യിദായിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ സ്വതന്ത്ര പുരുഷൻ പ്രവാചകന്റെ പഴയ സുഹൃത്ത് അബൂബക്കർ ആയിരുന്നു. മാഷാ അല്ലാഹ്, ഒരു അത്ഭുതകരമായ കഥയായിരുന്നു അത്. ഈ കഥ ഇഷ്ടപ്പെട്ടോ അമീർ? യെസ്, ആളുകൾ അദ്ദേഹത്തെ വെറുത്തിരുന്നു. അതെ അമീർ, അത് വളരെ നിർഭാഗ്യകരമായിരുന്നു. മറ്റെല്ലാ പ്രവാചകരെയും പോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനേകം എതിർപ്പുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ നബി തങ്ങൾ തളർന്നില്ല. അദ്ദേഹം തന്റെ ജനത്തോട് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. നീ ചോദ്യങ്ങൾക്ക് തയ്യാറാണോ അമീർ? അതെ ബാബാ. ശരി, സയ്യിദ് പ്രവാചകനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? സയ്യിദിനെ ചില അറബി കൊള്ളക്കാർ തട്ടിക്കൊണ്ടു പോകുകയും പിന്നീട് സയ്യിദിനെ ഒരു അടിമയായി വിൽക്കുകയും ചെയ്തു. ഖദീജ ബീബിയുടെ ബന്ധുവാണ് സയ്യിദിനെ ചന്തയിൽ നിന്ന് വാങ്ങിയത്. മാതാപിതാക്കൾ വന്നിട്ടും സയ്യിദ് നബിയെ വിട്ടു പോകാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ സയ്യിദിനെ അടിമയായി കണക്കാക്കിയിരുന്നില്ല. അദ്ദേഹം അവനെ നന്നായി സ്നേഹിച്ചിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ നന്നായി പരിപാലിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ നബിയുടെ കൂടെ തങ്ങാൻ തീരുമാനിച്ചത്. അതും ശരിയാണ്. പ്രവാചകൻ സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്ന മലയുടെ പേരെന്തായിരുന്നു? ഹിറ. അത് ഹിറയായിരുന്നു. അതും ശരിയാണ്. മലക്ക് വായിക്കാൻ പറഞ്ഞിട്ടും പ്രവാചകന് വായിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടായിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യത്തെ വനിതയാരാണ്? അത് ഖദീജ ബീബിയായിരുന്നു. ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ആദ്യ കുട്ടിയാരാണ്? അത് നബിയുടെ ബന്ധു അലിയായിരുന്നു. ഇനി ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യത്തെ അടിമയുടെ പേരെന്താണെന്ന് പറയാമോ? അൽസൈദായിരുന്നു. ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ആദ്യത്തെ സ്വതന്ത്ര വ്യക്തിയുടെ പേരെന്താണ്? അത് നബിയുടെ സുഹൃത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, നീ പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും ശരി തന്നെയാണ്. താങ്ക് യു ബാബാ. ഇന്നത്തേക്ക് ഇത് മതി. നാളെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കി കഥകൾ ഞാൻ പറഞ്ഞു തരാം. ഗുഡ് നൈറ്റ് ബാബാ. ഗുഡ് നൈറ്റ്.